മത്സ്യത്തൊഴിലാളികൾ ശല്യമായി കണ്ട് അകറ്റി നിർത്തിയിരുന്ന കടൽ ചൊറിയെന്ന ജെല്ലി ഫിഷ് ചൊറിയനല്ല, പണം തരുന്നവയാണെന്ന് തിരിച്ചറിയുകയാണ് ഇപ്പോൾ. രാജ്യത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകുന്നവയാണ് ജെല്ലി ഫിഷ്. കടൽ ചൊറിയെന്ന ജെല്ലി ഫിഷിന്റെ വിഭവങ്ങൾക്ക് ആഗോള വിപണിയിൽ ആവശ്യകത ഏറി വരികയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് അധിക വരുമാനത്തിനുള്ള സാധ്യതകൾ കൂടി ജെല്ലി ഫിഷ് തുറന്നിടുകയാണ്. ഈയൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച 7ാമത് ഇന്റർനാഷണൽ ജെല്ലി ഫിഷ് ബ്ലൂം സിംപോസിയം JBS7 തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്. കോവളത്ത് വച്ച് നടന്ന JBS7 കേരള സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമൽ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ഗവേഷകരുമായി സഹകരിക്കുവാനും ജെല്ലി ഫിഷിനെക്കുറിച്ച് ഗവേഷണം നടത്താനുമുള്ള മികച്ച അവസരമൊരുക്കുകയാണ് JBSF കൊണ്ട് സാധ്യമായത്. For a medical man like me, it's an exciting organism because I can study the neurology of jellyfish because it has got a very simple kind of neurology, and from that I can maybe advance on. And also the fact that the bioluminescence it has got, we can pick such molecules and put it in some other organism and we can conduct research, and that many people are doing and wonderful work is going on. And also the way it moves, and from that you can learn and you can create robotics. Robotic movements can be created. You can learn this is how we create such things. And regarding making drugs, she was telling about the poison, it stings, but then these are chemicals, and from these chemicals maybe you can have wonderful drugs. ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ മുൻ ചെയർപേഴ്സൺ ഡോക്ടർ B. മീനാകുമാരി, കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മൈക്ക് ഡോസൺ, സൗത്ത് ആഫ്രിക്കയിൽ നിന്നെത്തിയ പ്രൊഫസർ മാർക്ക് ജോൺ ഗിബൻസ്, കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രൊഫസർ KS അനിൽകുമാർ, കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളായ പ്രൊഫസർ PM രാധാമണി, പ്രൊഫസർ ഗോപചന്ദ്രൻ KG, ഡോക്ടർ A. ബിജുകുമാർ, ഡോക്ടർ ഗ്രിൻസൺ ജോർജ് തുടങ്ങിയവർ ജെല്ലി ഫിഷ് വിഷയത്തെക്കുറിച്ച് ഉദ്ഘാടന വേദിയിൽ സംസാരിച്ചു. നവംബർ 21 ലോക മത്സ്യത്തൊഴിലാളി ദിനമായതിനാൽ കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധി ഷിബുദാസനെ ആദരിച്ചു. ഷിബുദാസൻ തന്റെ കടൽ ജീവിതത്തിന്റെ അനുഭവങ്ങൾ വിശദീകരിച്ചു. ഒരു ദിവസം ഒരു 6 മണിക്കൂർ നമ്മൾ ജോലി ചെയ്തിട്ട് കരയിൽ തിരിച്ചു വരുമ്പോഴേക്കും ഇതൊക്കെയെല്ലാം ഇങ്ങനെ വെന്ത് ചുവന്നിരിക്കും. ഇതാണ് ഈ ചൊറിയുടെ പ്രത്യേകത. അതിന് പറയുന്നത് കരിഞ്ചൊറി എന്ന് പറയും. കരിഞ്ചൊറി ഇത് കൂട്ടമായിട്ട്, ഇതെല്ലാം കൂട്ടമായിട്ട് തന്നെ വരും. പക്ഷെ മറ്റേത് ആനച്ചൊറി മാത്രം അപൂർവങ്ങളാണ്, ബാക്കിയെല്ലാം കൂട്ടമായിട്ടുള്ളതാണ്. ഇതും കൂട്ടമായിട്ട് തന്നെ വരും. പക്ഷെ ഇത് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വലയിൽ കിടക്കുന്ന മീൻ എന്ത് മീനാണ് കിടക്കുന്നത് അറിയാൻ പറ്റത്തില്ല. നമ്മളിതെല്ലാം കൂടെ കടത്തിവിട്ടുകളല്ലേ. ഇതിലെ അടിച്ചിട്ട് ഇതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം നമ്മുടെ കണ്ണിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ 3 ദിവസത്തേക്ക് കണ്ണു തുറക്കാൻ പറ്റുകയില്ല. അതാണ് ഈ ചൊറിയുടെ പ്രത്യേകത. വിദേശ പ്രതിനിധികളെ JBS7 ഉദ്ഘാടന വേദിയിൽ ആദരിച്ചു. കേരള സർവകലാശാലയുടെ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പും ICAR സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും CMFRI സംയുക്തമായാണ് ഇന്റർനാഷണൽ ജെല്ലി ഫിഷ് ബ്ലൂം സിംപോസിയം നവംബർ 21 മുതൽ 25 വരെ കോവളത്ത് സംഘടിപ്പിച്ചത്.
3 വർഷത്തിലൊരിക്കൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമുദ്ര ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, പ്രത്യേകിച്ചും ജെല്ലി ഫിഷുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഒത്തുകൂടലാണ് ഈ ജെല്ലി ഫിഷ് ബ്ലൂം സിമ്പോസിയം. ഇത്തവണ അതിന് ആതിഥ്യം വഹിക്കുന്നത് തിരുവനന്തപുരമാണ്. കേരള സർവകലാശാലയും സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് ഈ പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞ ഒരു സമുദ്രജീവിയുടെ ഒരു ആഗോള പ്രശസ്തി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയിൽ വളരെ നിർണായകമായ ഒരു ഇടപെടൽ നടത്തുന്ന ഒരു ജീവിയാണ് ജെല്ലി ഫിഷ്. അതുമാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജെല്ലി ഫിഷിൻ്റെ ആധിക്യം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വളരെയധികം വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മത്സ്യബന്ധനത്തിനും, ജെല്ലി ഫിഷിൻ്റെ ആധിക്യം പെട്ടെന്ന് കൂടുന്നത് സമുദ്ര മത്സ്യബന്ധനത്തിനും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗത്തിനും ഒക്കെ ഒരു ഭീഷണിയായി പല സ്ഥലങ്ങളിലും മാറിയിട്ടുണ്ട്. അപ്പോൾ 2 പ്രശ്നങ്ങളാണ് നമുക്ക് ഒരേ സമയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന്, ജെല്ലി ഫിഷിന് ആവാസ വ്യവസ്ഥയിലുള്ള ഒരു സ്വാധീനം, അതുകൊണ്ട് മനുഷ്യരാശിക്കുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടൊരു അവലോകനം. രണ്ടാമത്, ജെല്ലി ഫിഷിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന വംശവർദ്ധനവ്, മത്സ്യത്തൊഴിലാളികളുടെ ജീവസന്ധാരണ മാർഗ്ഗങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ സംഘടിപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്ത് തന്നെ ജെല്ലി ഫിഷ് വൈവിധ്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ജെല്ലി ഫിഷ് കയറ്റി അയക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന്. അതിനോടൊപ്പം തന്നെ ഈ ജെല്ലി ഫിഷിൻ്റെ പൂർണ്ണമായ പ്രാധാന്യം നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്ര സമൂഹവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്നൊക്കെയായിരിക്കും ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. സിമ്പോസിയങ്ങൾ സംഘടിപ്പിച്ചത് കോവളത്തെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ്. കടൽ ചൊറിയെന്ന് നാം വിളിക്കുന്ന ജെല്ലി ഫിഷ് യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ശല്യമല്ല, മറിച്ച് കയറ്റുമതി രംഗത്ത് വൻ സാധ്യതകളുള്ളതാണ് എന്നതായിരുന്നു സിമ്പോസിയത്തിൽ ഗവേഷകർ വിഷയാവതരണത്തിലൂടെ മുന്നോട്ടുവച്ച ആശയങ്ങളേറെയും. ജെല്ലി ഫിഷ് വളരെ നിരുപദ്രവകാരികളായിട്ടുള്ള ഒരു ജന്തുക്കളെന്ന് തോന്നുമെങ്കിലും മനുഷ്യർക്ക് വളരെയധികം ഫിഷിങ്ങിൽ നാശനഷ്ടം ഉണ്ടാക്കുകയും പലതരത്തിൽ ഉപദ്രവം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു ചെറിയ ജീവികളായിട്ടാണ് നമ്മൾ ഇതുവരെ കണക്കാക്കിയിരുന്നത്. ഏതാണ്ട് അടുത്ത കാലം വരെ, ഏതാണ്ട് 2013 വരെ CMFRA പോലും ഇത് സെപ്പറേറ്റായിട്ട്, അതായത് വ്യത്യസ്ത ഒരു ജീവികളായിട്ട് നമ്മളുടെ ഒരു ലാൻഡിംഗ് ഡേറ്റ പോലും ഉണ്ടായിരുന്നില്ല. 2013 മുതലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ തുടങ്ങിയതും അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനും. പിന്നെ ഈ 2000 മുതലാണ് ശരിക്കും ഒരു വേൾഡ് ഓവർ ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ ഇതിനെപ്പറ്റി പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഗ്ലോബൽ അറ്റംപ്റ്റ് എന്നുള്ള നിലയ്ക്ക് ജെല്ലി ഫിഷ് ബ്ലൂം സിമ്പോസിയം ഓരോ 3 കൊല്ലം കൂടുന്തോറും ഓരോ കൺട്രി ഹോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ഇന്ത്യക്കാണ് ഇത് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് വെച്ച് ഇപ്പം നമ്മൾ നടത്തുകയാണ്. പല തരത്തിലുള്ള ജെല്ലി ഫിഷസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ടാക്സോണമി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പല യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നുണ്ട്, ICAR ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത്, ഞാൻ ജോലി ചെയ്തിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, അവിടെയാണെങ്കിൽ ഈ ജെല്ലി ഫിഷ് പ്രോസസ്സിങ് ഇതുവരെ ഇന്ത്യയിൽ ഇതൊരു നമുക്ക് വളരെ ആവശ്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാക്കിയിട്ടേ ഇല്ല. പക്ഷേ പ്രോസസ്സ് ചെയ്തിട്ട് ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് തന്നെ പ്രോസസ്സിങ് ലാബറട്ടറി ഫിഷ് പാപ്പഡ്, ജെല്ലി ഫിഷ് പാപ്പഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇത് ഭക്ഷിക്കുകയും പിന്നെ ഹാർവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 13.12 കോടി രൂപയുടെ ജെല്ലി ഫിഷ് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി നടത്തി. കയറ്റുമതിയിലേറെയും ചൈനയിലേക്കാണ് പോകുന്നത്. ശ്രീലങ്കയിലെ ജെല്ലി ഫിഷുകളെക്കുറിച്ചാണ് ശ്രീലങ്ക വായമ്പ സർവകലാശാലയിലെ കൃഷൻ കരുണരത്നെ പ്രബന്ധം അവതരിപ്പിച്ചത്. Actually, this is a great opportunity to us. Actually, for the
the students like PhD students like us, South Asian region, and we are doing our research on jellyfish and the diversity, population dynamics, and the fisheries, and everything is nicely discussed during these nice sessions. ആഗോളതലത്തിൽ ജെല്ലിഫിഷിന്റെ ഉൽപ്പാദനത്തിന്റെ 60% ചൈനയിലാണ്. നമുക്ക് കടൽച്ചൊറിയാണെങ്കിൽ ചൈനയ്ക്ക് മികച്ച ഭക്ഷണ വിഭവമാണ്. ചൈനയിൽ മാത്രമല്ല, ജപ്പാനിലും കൊറിയയിലും ജെല്ലിഫിഷ് ഒരു മികച്ച ഭക്ഷണമായി കണക്കാക്കുന്നുണ്ട്. 2018-19 കാലഘട്ടങ്ങളിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തത് തന്നെ ഏകദേശം 1176 ടണ്ണോളം വരും. അത് ഡ്രൈ വെയ്റ്റ്, ഉണങ്ങിയത്. മറ്റേ ഏതാണ്ട് 90% ഇതിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ്റാണുള്ളത്. അതുകൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ വളരെ ചെറുതേ ആയിരിക്കത്തുള്ളൂ. ആൻഡ് ഈ എക്സ്പോർട്ടിന് തന്നെ ഏതാണ്ട് $3 മില്യൺ കിട്ടുകയും ചെയ്തു. അപ്പം ഇതിന് പല പല സാധ്യതകളുള്ള ഒരു ജീവിയായിട്ട് അപ്പം നമ്മളുടെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഫിഷിങ്ങും അല്ലെങ്കിൽ ഫിഷിൻ്റെ അവൈലബിലിറ്റിയൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിൽ നമ്മൾ മറ്റ് ജീവികൾ എന്തൊക്കെ നമുക്ക് ഈ കടലിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഭക്ഷ്യയോഗ്യമാണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ജെല്ലി ഫിഷ് കൂടെ ഒരു ഭാഗമായി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഡൈനാമിക്സ് ഓഫ് ജെല്ലിഫിഷ് സ്വാംസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് വാസുദേവൻ ശങ്കർ പ്രബന്ധം അവതരിപ്പിച്ചത്. 2021 11,756 ടൺ ജെല്ലിഫിഷാണ് ഇന്ത്യൻ കടൽത്തീരത്ത് നിന്നും പിടിച്ചത്. എന്നാൽ ഇന്ത്യയിൽ ഇവയെ ഭക്ഷണമായി കഴിക്കാറില്ല. ജെല്ലിഫിഷിലടങ്ങിയ പോഷകമൂല്യത്തെക്കുറിച്ചും അവ സംസ്കരിച്ചെടുക്കുന്നതിനെക്കുറിച്ചും ബോധവൽക്കരണം ആവശ്യമാണ്. വിഷയങ്ങൾ അവതരിപ്പിച്ചവരോട് സിംപോസിയത്തിൽ പങ്കെടുത്ത ഗവേഷകരും വിദ്യാർത്ഥികളും മറ്റു പ്രതിനിധികളും സംശയങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ തേടിയിരുന്നു. My goal in this institute is to raise ctenophore or comb jelly, and for researcher in our group we are using comb jelly as a research model for the neurons evolution. So yeah, we study the origin of nerve system into animals, and ctenophore are the earliest or the oldest animal branch and they have a very unique nerve system, and it's why we are studying those animals. And so my goal is to raise animals for researcher, and with that they can have access to eggs, embryos or juveniles or adults of ctenophore every day, and they can perform all their experiments. ഇത് നീണ്ടകരയിൽ ജെല്ലിഫിഷിനെ സംസ്കരിച്ച് കയറ്റുമതിക്കായി തയ്യാറാക്കുന്നതാണ്. വാണിജ്യ ആവശ്യത്തിന് ജെല്ലിഫിഷുകളെ വളർത്തുന്നുണ്ട്. 7ാമത് ജെല്ലിഫിഷ് ബ്ലൂം സിംപോസിയത്തോടൊപ്പം ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ വിവിധ രാജ്യങ്ങളിലെ ജെല്ലിഫിഷുകളുടെ ഫോട്ടോകളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ഇത് നോർവേയിൽ കാണപ്പെടുന്ന ജെല്ലിഫിഷാണ്. വൈവിധ്യമാർന്നവ, രൂപത്തിലും നിറത്തിലും അത്ഭുത കാഴ്ച ഒരുക്കുന്നവയാണ് ജെല്ലിഫിഷുകൾ. My research area is around jellyfish, and in particular the interactions that jelly have with coastal industries and communities. So a lot of the research is trying to solve some of these problematic interactions between jellyfish and people. So here at the 7th International Jellyfish Bloom Symposium, we've been learning a lot about some of the challenges that fisheries pose, or the jellyfish pose to people within the Indian country, and we're learning a lot about the fisheries for jellyfish around the coast of India as well. Such a great experience. There's great exchange for ideas and knowledge, and for something that is really, really important when it comes to jellyfish blooms. We see jellyfish blooms increasing worldwide, and there's a real great concern about how they might impact public health, the economy, tourism. So here I think everyone is exchanging ideas, learning new things. So it's great. ജെല്ലിഫിഷുകളെക്കുറിച്ച് വ്യക്തമായ വിവരണം ലഭ്യമാക്കുന്ന പോസ്റ്റർ പ്രദർശനവും നടത്തുകയുണ്ടായി. വിവിധ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ജെല്ലിഫിഷുകളെക്കുറിച്ചും അവയുടെ ആവാസ രീതികളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതായിരുന്നു പോസ്റ്റർ പ്രദർശനം. സിംപോസിയത്തിന്റെ ഇടവേളകളിൽ ജെല്ലിഫിഷുകളെക്കുറിച്ച് ആരോഗ്യകരമായ ചർച്ചകൾ നടക്കുകയുണ്ടായി.
വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളിൽ ഒട്ടേറെ ഗവേഷക വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഞാൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ സമുദ്ര ജൈവ വൈവിധ്യവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡിവിഷൻ്റെ ഹെഡാണ്. ജെല്ലി ഫിഷ് പൊതുവെ നമ്മൾ കടലിൽ കാണുന്നത് പണ്ടും കാണാറുണ്ട്, ഇന്നും കാണാറുണ്ട്. പക്ഷേ ഇന്ന് കാലാവസ്ഥയിലും മറ്റ് ഘടകങ്ങളിലും വന്ന വ്യത്യാസം കാരണം സമുദ്രത്തിൽ ജെല്ലി ഫിഷിൻ്റെ ഉൽപ്പാദനം താരതമ്യേന വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഉൽപ്പാദനം കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ജെല്ലി ഫിഷിൻ്റെ ഉൽപ്പാദനം കടലിൽ സംഭവിക്കുന്ന സീസണുകളിൽ, ആ മാസങ്ങളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്ക് ജെല്ലി ഫിഷിൻ്റെ കൂടുതലായിട്ടുള്ള ഉൽപ്പാദനം കാരണം മത്സ്യവുമായി ഇഴകിച്ചേർന്ന് ജെല്ലി ഫിഷ് വരുമ്പോഴുണ്ടാകുന്നത് കാരണം മത്സ്യവും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, ജെല്ലി ഫിഷും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ചൈനയിലും മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ജെല്ലി ഫിഷിന് ആഹാരം പോലെ കഴിക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലേക്ക് ജെല്ലി ഫിഷ് കയറ്റി അയക്കുക ഒരു വരുമാന സ്രോതസ്സായി ഇന്ന് ഇന്ത്യയിലെ പല എക്സ്പോർട്ട് കമ്പനികളും അവരുടെ പദ്ധതിയായി ഏറ്റെടുത്ത് നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായി ജെല്ലി ഫിഷിനെ അധികം പ്രയാസം കൂടാതെ അതിൻ്റേതായ രീതിയിൽ പിടിക്കുവാനും സംസ്കരിക്കുവാനും സാധിച്ചാൽ അതിനൊരു എക്സ്പോർട്ട് മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട്. അത് കാരണം തന്നെ ജെല്ലി ഫിഷ് ധാരാളം ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ പിടിക്കാനും സംസ്കരിക്കാനുമുള്ള ഒരു വാല്യൂ ചെയിൻ നിലവിലുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും നടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ താരതമ്യേനുള്ള ഉപഭോഗം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൂടി വരുന്നുണ്ട്. 1980 മുതൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടുവരുന്നുണ്ടെങ്കിലും 2013 ഇതിൻ്റെ ഉൽപ്പാദനം കുറച്ച് കൂടിയ അളവിൽ കാണപ്പെടുന്നതുകൊണ്ട് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം 2013 മുതൽ ഇതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ കാര്യമായി പരിശോധിക്കുന്നുണ്ട്. കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മൈക്ക് ഡോവ്സൺ ജെല്ലിഫിഷ് ബ്ലൂം സിമ്പോസിയങ്ങളുടെ അന്തർദേശീയ ഉപദേശക ബോർഡ് അംഗമാണ്. I study the evolutionary biology and ecology of jellyfishes. I'm particularly interested in the biodiversity of jellyfishes, that is, how many species there are, where they live and what it is that they do. And we're interested in the applications of that information in terms of managing fisheries, managing populations of jellyfishes and occasional problematic blooms that happen, and trying to understand more about how coastal health, climate change are affecting the natural populations, and trying to help coastal systems be more sustainable. വ്യത്യസ്ത രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചെത്തിയ ഗവേഷകർ, അധ്യാപകർ, സയന്റിസ്റ്റുകൾ വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. It's a great opportunity for jellyfish researchers to gather alike, and there's been so much diversity in terms of topics with the recent trend in jellyfish. You have parasites, microplastics, ecophysiology, and population dynamics, so which is a great opportunity to recognize this unrecognizable individuals that is just in our ocean, no? And they contribute so much to the great ecosystem that we have about life. ഏഴാമത് ഇന്റർനാഷണൽ ജെല്ലിഫിഷ് ബ്ലൂം സിമ്പോസിയത്തോടനുബന്ധിച്ച് കഥകളി പോലുള്ള വ്യത്യസ്തങ്ങളായ പാരമ്പര്യ കലാരൂപങ്ങളും അവതരിപ്പിച്ചു. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm. കൃഷിദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം.
695043. ഫോൺ 0471 2731 870. ഇമെയിൽ ddkrishitvm@gmail.com.